പുതിയ കാലാവസ്ഥാ ഉടമ്പടിക്കായി ശ്രമിക്കുമെന്ന ട്രംപിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ രംഗത്തെത്തിയത്. ഇക്കാര്യത്തിൽ ഒരു പ്ലാൻ ബി ഇല്ല. പ്രപഞ്ചത്തോടാണ് ട്രംപ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ലോകത്തോട് മുഖം തിരിച്ചിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കൻ ശാസ്ത്രജ്ഞരോട് ഫ്രാൻസിൽ വന്ന് ജോലി ചെയ്യാനും പരിഹാസരൂപേണ മാക്രോൺ ആവശ്യപ്പെട്ടു. ട്രംപിന്റേത് അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന നടപടിയാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. And so my argument today is that it is absolutely essential that the world implements the Paris Agreement and that we fulfill that duty with increased ambition. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ, കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ എന്നിവരും വിമർശനവുമായി രംഗത്തെത്തി. അമേരിക്കൻ മുൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി, മുൻ വൈസ് പ്രസിഡന്റുമാരായ ജോ ബൈഡൻ, അൽഗോർ എന്നിവരും ട്രംപിനെതിരെ ആഞ്ഞടിച്ചു. അമേരിക്കയിലെ 61 നഗരങ്ങളിലെ മേയർമാർ പാരീസ് ഉടമ്പടിയുമായി മുന്നോട്ടു പോകുമെന്ന് തുറന്ന കത്തിലൂടെ പ്രഖ്യാപിച്ചു. കാലിഫോർണിയ ഗവർണർ ജെറി ബ്രൗൺ ട്രംപിനെ വെല്ലുവിളിച്ച് കാലാവസ്ഥാ മാറ്റം ചെറുക്കാൻ ചൈനയുമായി സഹകരിക്കുമെന്ന് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.